ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺ ടിപ്സ് മലയാളം ചാനൽ. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ ബർത്ത് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അത് ഓപ്പൺ ചെയ്ത് കാണേണ്ടതാണ്. സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ എവിടെയായിരുന്നു പഠിച്ചു നിർത്തിയത്? ആ കുട്ടി ജനിക്കുമ്പോൾ കുട്ടി ഡെഡായെന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ആസ് ഹി ഗേസ്ഡ് അറ്റ് ദി സ്റ്റിൽ ഫോം എ ഷിവർ ഓഫ് ഹൊറർ പാസ്ഡ് ഓവർ ആൻഡ്രൂ. After all that he had promised, his face heated with his own exertions, chilled suddenly. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ആൻഡ്രൂ കുട്ടീനെ നോക്കുമ്പോൾ, മരിച്ചു കിടക്കുന്ന ആ കുട്ടീനെ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമവും പേടിയും ഒക്കെ തോന്നിയിരുന്നു ആ നിമിഷത്തിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പ്രോമിസ് ചെയ്തിരുന്നു നല്ല ഹെൽത്തുള്ള ഒരു അമ്മയും കുട്ടീനെയും തരാമെന്ന് പ്രോമിസ് അദ്ദേഹം കൊടുത്തിരുന്നു. പക്ഷെങ്കിൽ നോക്കുമ്പോൾ എന്താ, ആ ബേബി മരിച്ചു പോയിരുന്നു. എല്ലാ എഫേർട്ടും എടുത്ത് ഇത്രയും എഫേർട്ടൊക്കെ ഈ അദ്ദേഹം ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനൊരു സിറ്റുവേഷൻ നേരിട്ട് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ചുമന്ന് വളരെ ഗ്ലൂമിയായി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടൊക്കെയായിരുന്നു അദ്ദേഹം ഇരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ വളരെ തണുത്തിരിക്കുമായിരുന്നു. ഹീ ഹെസിറ്റേറ്റഡ്, torn between his desire to attempt to resuscitate the child and his obligation towards the mother, who was herself in a desperate state. The dilemma was so urgent, he did not solve it consciously. അപ്പോൾ ഡോക്ടർ ആൻഡ്രൂ വളരെ ഹെസിറ്റേഷനിലായിരുന്നു ഇങ്ങനെ നിന്നത്. വളരെ പേടിച്ച് നല്ല ഹെസിറ്റേറ്റഡ് ആയിട്ട് തന്നെ ആയിരുന്നു നിന്നത്. അദ്ദേഹത്തിന് 2 ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബിയുടെ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരിക. അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അമ്മേനെ ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ ഈ 2 ഡ്യൂട്ടീസാണ് ഡോക്ടർ ആൻഡ്രൂവിനുള്ളത്. നമുക്കറിയാം, സൂസൻ വളരെ ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറിന് ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ അർജൻറ്റായിട്ട് തന്നെ ചെയ്യണമായിരുന്നു. ബ്ലൈൻഡ്ലി, ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഹി ഗേവ് ദ ചൈൽഡ് to the nurse and turned his attention to Susan Morgan, who now lay collapsed, almost pulseless, and not yet out of either, upon her side. അങ്ങനെ ഡോക്ടർ ആൻഡ്രൂ അധികമൊന്നും ചിന്തിക്കാതെ നേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ കുട്ടീനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം മൊത്തം അറ്റൻഷൻ ഈ സൂസൻ മോർഗന് അദ്ദേഹം നൽകി. ആ സമയത്ത് ഈ സൂസൻ വളരെ അൺകോൺഷ്യസ് ആയിരുന്നു. സൂസൻ്റെ പൾസൊക്കെ വളരെ ശാന്തമായിട്ട്, അതായത് പൾസൊന്നും ഒട്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുത്തതിൻ്റെ ആ അനസ്തീഷ്യയുടെ എഫക്റ്റിൽ നിന്ന് സൂസൻ പുറത്തേക്ക് വന്നിട്ടുമില്ല. His haste was desperate, a frantic race against her ebbing strength. It took him only an instant to smash a glass ampule and inject the medicine. ഇവിടെ നമുക്ക് 2-3 ന്യൂ വേർഡ്സ് കാണാൻ സാധിക്കും. ഹിസ് ഹേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറി, തിടുക്കമായിട്ട്. ഫ്രാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റ്, ഈഗർ അല്ലെങ്കിൽ അർജൻറ്റ്. എബ്ബിങ് സ്ട്രെങ്ത്, എബ്ബിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് എന്നൊക്കെ അതിൻ്റെ മീനിങ് ഉണ്ട്. സോ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഡോക്ടർ ആൻഡ്രൂ വളരെ ഹറിയായിട്ടായിരുന്നു ചെയ്തത്. കാരണം സൂസൻ്റെ ഹെൽത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വറീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വറീഡായിരുന്നു സൂസൻ്റെ ഹെൽത്തിനെ പറ്റി, അതുപോലെ തന്നെ ആ കുട്ടീനെ പറ്റിയിട്ടും. ഡോക്ടറിൻ്റെ സ്വന്തം ശക്തി തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം ഈ ഹോൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെയിൻ വരാൻ വേണ്ടിയിട്ട്, ടൈം ആകാൻ വേണ്ടിയിട്ടും ഒക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹോൾ നൈറ്റ് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഉടനെ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് സൂസന് ആ മെഡിസിൻ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then he flung down the hypodermic syringe and worked unsparingly to restore the flaccid woman. Flung down എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിയുക.
അങ്ങനെ ഈ സിറിഞ്ച് ഫ്ലോറിലേക്ക് ഈ ഡോക്ടർ ആൻഡ്രൂ എറിയുകയാണ്. ഒരു കരുണയുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അദ്ദേഹം ഈ അൺകോൺഷ്യസ് ആയ ഈ സൂസനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. After a few minutes of feverish effort, her heart strengthened. He saw that he might safely leave her. He swung round in his shirt sleeveless, his stare sticking to his damp brow. അങ്ങനെ കുറേ നേരത്തെ എഫേർട്ടിന് ശേഷം സൂസൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഡേഞ്ചറിൽ നിന്ന് സൂസൻ റിക്കവറായി വന്നു. പിന്നീട് ഡോക്ടർ ആൻഡ്രൂ ചിന്തിച്ചത് ഇനിയും അറ്റൻഷൻ മൊത്തം ആ കുട്ടിയിലേക്ക് നൽകണമെന്നാണ്. അങ്ങനെ കുട്ടിയിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. പിന്നീട് ഈ പാരഗ്രാഫിൽ പറയുന്നത് ഡോക്ടറിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഡോക്ടർ ഇപ്പോൾ ഇരിക്കുന്നത്, അതായത് സ്വെറ്റ് ചെയ്ത് വളരെ അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഐബ്രോസുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷർട്ടും സ്ലീവ്സ് ഉള്ള ഷർട്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്നൊക്കെ ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ കണ്ടീഷനിലാണ് പറയുന്നത്. Where is the child? The midwife made a frightened gesture. She had placed it beneath the bed. അങ്ങനെ ആൻഡ്രൂ കുട്ടീനെ തിരക്കി പോകുമ്പോൾ കുട്ടി എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയ്ഡ് വളരെ പേടിച്ചിട്ട് ബെഡിൻ്റെ അടിയിലേക്കെന്ന് സിഗ്നൽ കൊടുത്തു. ബെഡിൻ്റെ അടിയിൽ എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തു. ഗെസ്റ്റർ എന്ന് പറഞ്ഞാൽ സിഗ്നൽ, ബിനീത്ത് എന്ന് പറഞ്ഞാൽ ബിലോ. ഷീ ഹാഡ് പുട്ട് ദി ചൈൽഡ് അണ്ടർ ദ ബെഡ്. ആ മെയ്ഡ് അവരുടെ ബെഡിൻ്റെ അടിയിലേക്ക് കൊച്ചിനെ വെച്ചിരിക്കുകയായിരുന്നു. കുട്ടി മരിച്ചിരിക്കുകയാണ്. ഇൻ എ ഫ്ലാഷ് ആൻഡ്രൂ നെൽറ്റ് ഡൗൺ, ഫിഷിംഗ് amongst the sodden newspapers below the bed. He pulled out of the child a boy perfectly formed. The limp, warm body was white and soft as tallow. അങ്ങനെ ആ മെയ്ഡ് പറഞ്ഞതും പെട്ടെന്ന് ആൻഡ്രൂ ഫ്ലോറിലേക്ക് മുട്ടുകുത്തി ഇരുന്നിട്ട് ഈ നനഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ ഈ കുട്ടീനെ തപ്പുകയാണ്. അങ്ങനെ തപ്പിയപ്പോൾ അതൊരു ആൺകുട്ടിയാണെന്ന് മനസ്സിലായി. ആ കുട്ടി വളരെ സോഫ്റ്റാണ്, വളരെ വെളുത്ത ഒരു കുട്ടിയാണ്. ടാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ഓഫ് ആനിമൽ എന്നാണ് ഉദ്ദേശം. The cord hastily slashed lay like a broken stem. The skin was a lovely texture, smooth and tender. The head lolled on the thin neck. The limbs seemed boneless. ബേബിയുടെ ആ കോഡ് നമുക്കറിയാം, പൂക്കിൾക്കൊടി, അത് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിരുന്നു, ഹറിയിൽ തന്നെ കട്ട് ചെയ്തായിരുന്നു. അതങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഒരു തണ്ട്, ഒടിഞ്ഞു വീണ തണ്ട് പോലെ, അതായത് ബ്രോക്കൺ സ്റ്റെം നമുക്കറിയാം, അതുപോലെ തന്നെയാണ് സിമിലാരിറ്റി അതിന് പറഞ്ഞിരുന്നത്. കുട്ടിയുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് സോഫ്റ്റ് ഒക്കെ ആയിരുന്നു. കുട്ടിയുടെ തല നെക്കിലേക്ക് ഇങ്ങനെ ചേർന്ന് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതേപോലെ ബോഡിയിലുള്ള ലിംസ് എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നൊക്കെയുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. സ്റ്റിൽ നീലിംഗ് ആൻഡ്രൂ stared at the child with his haggard frown. The whiteness meant only one thing: asphyxia pallida, and his mind unnaturally tense raced back to a case he once had seen in Samaritan, to the treatment that had been used. ഡോക്ടർ ആൻഡ്രൂ അപ്പോഴും ഫ്ലോറിൽ തന്നെയായിരുന്നു. അദ്ദേഹം ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ഈ കുട്ടി അസ്ഫിക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ, ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് അസ്ഫിക്സിയ. അതിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി ഇങ്ങനെ മഞ്ഞിച്ച് വരികയായിരുന്നു. അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അദ്ദേഹം ഒരു പഴയ കേസ് അദ്ദേഹം ഇങ്ങനെ റീകോൾ ചെയ്തു. സമരിറ്റനിലെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം പെട്ടെന്ന് ഓർത്തെടുത്തു. Instantly he was on his feet. "Get me hot water and cold water," he threw out to the nurse, "and basins too. Quick, quick." But doctor, she faltered, her eyes on the pallid body of the child. "Quick," he shouted. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് റീകോൾ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ആൻഡ്രൂ നിലത്ത് നിന്ന് എണ്ണീറ്റിട്ട് അവിടെ നഴ്സിനോട് ഓർഡർ ചെയ്തു. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വേണം, അതുപോലെ തന്നെ 2 ചെറിയ ടബ്സും വേണമെന്ന് പറഞ്ഞു.
ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ആ നേഴ്സ് ആ കുട്ടി അങ്ങനെ പെയിലായി ഒരു മഞ്ഞിച്ചിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ആ കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേഴ്സിന് ഒരു ചെറിയ ഹെസിറ്റേഷൻ പോലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ആൻഡ്രൂ ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, പെട്ടെന്നാവട്ടെ എല്ലാം എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. Snatching a blanket, he laid the child upon it and began the special method of respiration. The basins arrived, the ewer, the big iron kettle. പെട്ടെന്ന് ഡോക്ടർ ആൻഡ്രൂ ഒരു ബ്ലാങ്കറ്റ് വലിച്ചെടുത്തിട്ട് അതിൽ കുട്ടീനെ കിടത്തി. എന്നിട്ട് ഒരു സ്പെഷ്യൽ മെത്തേഡ്, കുട്ടിക്ക് ഒരു ശ്വാസം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡ് അദ്ദേഹം തുടങ്ങി വെച്ചു. ഈവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജഗ്ഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ ജഗ്ഗും ടബ്സും അയൺ കെറ്റിലും എല്ലാം ഈ നേഴ്സ് കൊണ്ടുവന്നു വെച്ചു. ഫ്രാൻറ്റിക്കലി ഹി സ്പ്ലാഷ്ഡ് cold water into one basin, into the other he mixed water as hot as his hand could bear. Then, like some crazy juggler, he hurried the child between the two, now plunging it into the icy, now into the steaming bath. വളരെ ടെൻഷനോടും അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുമാണ് അദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം ഒരു ടബിലേക്ക് കോൾഡ് വാട്ടർ ഇട്ടു, അതുപോലെ തന്നെ മറ്റൊരു ടബിലേക്ക് ഹോട്ട് വാട്ടറും ഇട്ടു. ഹോട്ട് വാട്ടർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇട്ട് കഴിയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു ചൂടേ ഉള്ളായിരുന്നുള്ളൂ. ദെൻ ലൈക്ക് എ ജഗ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സാധനം ഇങ്ങനെ ഇട്ടിട്ട് എടുക്കത്തില്ലേ, അങ്ങനെ എടുത്തു ആ കുട്ടീനെ. ആ കോൾഡ് വാട്ടറിലും ഹോട്ട് വാട്ടറിലും ഓൾട്ടർനേറ്റീവായിട്ട് ആ കുട്ടീനെ ഇങ്ങനെ മുക്കിയെടുത്തു, ടോസ് ചെയ്ത് പെട്ടെന്ന് എടുത്തു. 15 minutes passed. Sweat was now running into Andrew's eyes, blinding him. One of his sleeves hung down, dripping. His breath came pantingly, but no breath came from the lax body of the child. A desperate sense of defeat pressed on him, a ragging hopelessness. അങ്ങനെ ഈ കുട്ടീനെ തണുത്ത വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മാറി മാറി മുക്കിക്കൊണ്ടിരുന്നു. ഒരു 15 മിനിറ്റോളം അദ്ദേഹം അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ ആൻഡ്രൂ വളരെ വേർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപ്പൊക്കെ ഇങ്ങനെ തലയിൽ കൂടെ ഇറ്റ് കണ്ണിലേക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും എഫേർട്ട് എടുത്തിട്ട് കൂടി ഈ ചൈൽഡ് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ആ കുട്ടി അപ്പോഴും ഒരു അനക്കവും ഇല്ലാതെ തന്നെ കിടക്കുകയായിരുന്നു. ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ഡിഫീറ്റ് ചെയ്ത ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ ആൻഡ്രൂവിനുള്ളത്. പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഫീലിംഗ് ഉള്ളതെന്ന് വെച്ചാൽ വളരെ ദേഷ്യം അദ്ദേഹത്തിന് തോന്നി. വളരെ എന്തൊക്കെയോ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് തോന്നി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഈ ഹോപ്പ് അദ്ദേഹത്തിന് ലോസ് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് തോന്നി. He felt the midwife watching him in stark consternation while there, pressed back against the wall where she had all the time remained, her hand pressed to her throat, uttering no sound, her eyes burning upon him, was the old woman. സോ ഡോക്ടർ ആൻഡ്രൂവിന് മനസ്സിലായി ഈ നേഴ്സ് അദ്ദേഹത്തെ നോക്കുന്നത് വളരെ ആൻസൈറ്റിയോടുകൂടിയാണ്. പക്ഷെങ്കിൽ അവിടെ വേറൊരാൾ, മദർ ഓഫ് സൂസൻ്റെ അമ്മ, ഒരു വോളിനോട് ചേർന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അവരുടെ ആ അമ്മയുടെ കയ്യെ തൊണ്ടയോട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുമായിരുന്നു. അവരുടെ കണ്ണുകൾ ഡോക്ടർ ആൻഡ്രൂവിനെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവരൊരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. He remembered her longing for a grandchild as great as had been her daughter's longing for his child, all dashed away now, futile, beyond remedy. ആൻഡ്രൂവിന് മനസ്സിലായി അവർ ആ നിശബ്ദതയിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവർക്ക് എത്രയും ആഗ്രഹിച്ചു ഒരു പേരക്കുട്ടീനെ കിട്ടാൻ വേണ്ടി, അത്രയും അവർ ആഗ്രഹിച്ചത്, ആ ഒരു ഫീലിംഗ് അത് ഇല്ലാതെ പോയല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ആ അമ്മയ്ക്കുള്ളതായിട്ട് ആൻഡ്രൂവിന് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ സൂസനും ഒരു കുട്ടിയെ ഉണ്ടാകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആഗ്രഹങ്ങൾ എല്ലാം നിന്നുപോയി, എല്ലാം മാഞ്ഞുപോയ ഒരവസ്ഥയിലാണ്. ഇനി ഒരു ആഗ്രഹങ്ങളും ഒരു ഹോപ്പും ഇനിയും തുടർന്ന് പോകുവാൻ കഴിയത്തില്ല. ഒരു ഹോപ്പും നടത്തിക്കൊടുക്കാനും കഴിയില്ല. ഇതിന് ട്രീറ്റ്മെൻറ്റോ ഹോപ്പോ ഒന്നും സാധ്യവുമല്ല എന്നാണ് ആൻഡ്രൂ മനസ്സിൽ
ഓർക്കുന്നത്. The floor was now a draggled mass. Stumbling over a soaping towel, Andrew almost dropped the child, which was now wet and slippery in his hands, like a strange white fish. സോ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഒരുപാട് വെള്ളം ആ ഫ്ലോറിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. ഫ്ലോറെല്ലാം വളരെ ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈയാണെങ്കിൽ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. അദ്ദേഹം ആ വെറ്റ് ടവലിൽ നിന്ന് കുട്ടീനെ കയ്യിൽ നിന്ന് ഡ്രോപ്പായി പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു സ്ലിപ്പറി ഫിഷൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫിഷിനെ മേടിച്ച് കഴിയുമ്പോൾ ഈ മേൽഭാഗം ഇച്ചിരി തെന്നുന്ന ടൈപ്പ്, അതുപോലത്തെ ഒരു രീതിയിലായി ഈ കുട്ടി എന്നാണ് സിമിലാരിറ്റി, ആ ഒരു സിമിലാരിറ്റിയാണ് ഇവിടെ പറയുന്നത്. For mercy's sake, doctor, whimpered the midwife. It's stillborn. Andrew did not heed her. സോ ഈ നേഴ്സ് വളരെ കുറഞ്ഞ വോയിസിൽ, വളരെ ലോ വോയിസിൽ, വിംപേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്ക് ഇൻ എ ലോ വോയിസ്, ആ ഒരു വോയിസിൽ ആൻഡ്രൂവിനോട് പറയുകയാണ്, ദ ചൈൽഡ് വാസ് ബോൺ ഡെഡ്. ജനിച്ചപ്പോൾ തന്നെ കുട്ടി മരിച്ചാണ് ജനിച്ചത്. അപ്പോൾ ഡോക്ടർ ആൻഡ്രൂ ഈ പറയുന്നതിനൊന്നും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല, എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. Beaten, despairing, having labored in vain for half an hour, he still persisted in one last effort, rubbing the child with a rough towel, crushing and releasing the little chest with both his hands, trying to get breath into that limp body. അങ്ങനെ 1 മണിക്കൂറത്തെ ഹാർഡ് വർക്കിന് ശേഷം ഒരു ഹോപ്പുമില്ലാതെ വീണ്ടും ഡോക്ടർ ആൻഡ്രൂ ഒരു ലാസ്റ്റ് എഫേർട്ട് എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് ടവലിൽ റബ്ബ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ചെസ്റ്റിൽ പ്രസ് ചെയ്തിട്ട് പ്രഷർ കൊടുക്കുവാൻ തുടങ്ങി. അത് ഉദ്ദേശിക്കുന്നത് കുട്ടി ഒരു ബ്രത്ത് എടുക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്, ഒരു ലൈഫിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു ലാസ്റ്റ് എഫേർട്ട് എന്ന രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തത്. Then, as by a miracle, the pygmy chest which his hands enclosed gave a short, convulsive heave. Another and another, Andrew turned giddy. അപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മിറാക്കിൾ എന്ന പോലെ ഒരു എന്തോ ഒരു മൂവ്മെൻറ്റ് ആ കുട്ടിയുടെ ഹൃദയത്തിൽ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് സംഭവിച്ചു. അതിൻ്റെ അർത്ഥം ഈ കുട്ടി ബ്രീത്ത് എടുക്കുവാൻ തുടങ്ങി എന്നുള്ളൊരു സൈൻ എന്ന രീതിയിലാണ്. ഡോക്ടർ ആൻഡ്രൂവിന് അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സ് ആ കുട്ടിയുടെ ചെസ്റ്റിൽ വെച്ചപ്പോൾ ആ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യാനും സാധിച്ചു. പിന്നെ അതുപോലുള്ള കുറേ മൂവ്മെൻറ്റ്സ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൻഡ്രൂ ഓൾമോസ്റ്റ് ഫെയിൻറ്റഡ് ആയ രീതിയിലായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു വല്ലാത്തൊരു ബോധക്ഷയം വന്നൊരു അവസ്ഥയിൽ നിന്നു. ദ സെൻസ് ഓഫ് ലൈഫ് springing beneath his fingers after all that unavailing striving was so exquisite it almost made him faint. He redoubled his efforts feverishly. The child was gasping now deeper and deeper. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും, ഇത്രയും എഫേർട്സ് ചെയ്തിട്ടും, അൺസക്സസ്ഫുൾ ആയിട്ട് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഈ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ, ഈ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി ഹൃദയത്തിൽ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ്സ് നൽകി എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിൻ്റെ ഫിംഗേഴ്സ് വെച്ച് അദ്ദേഹത്തിന് ഫീൽ ആയപ്പോൾ അതൊരു വെരി സ്പെഷ്യൽ മൂമെൻ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ മൊമെൻ്റ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ, വളരെ ജോയ്ഫുള്ളായിട്ടാണ് നേരിട്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഫേർട്സിന് കുറച്ചുകൂടെ എനർജി കൊടുത്തിട്ടാണ് അദ്ദേഹം പിന്നെയും ചെയ്തത്. അപ്പോൾ ഈ കുട്ടി പഫ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. A bubble of mucus came from one tiny nostril, a joyful iridescent bubble. The limbs were no longer boneless, the head no longer lay back spinelessly. The blanched skin was slowly turning pink. അങ്ങനെ ഈ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ഒരു ലിക്വിഡിൻ്റെ ഫോമിൽ ഒരു ബബിള് ഫോം ചെയ്തു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറിന് ഭയങ്കര ഹാപ്പിയായി. ഐറിഡിസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിങ്. അപ്പോൾ ഈ ഷൈനിങ് ബബിൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് വളരെ ഹാപ്പിനെസ് തോന്നി. ഈ പെയിലായിട്ടുള്ള ഈ യെല്ലോ കളറിലിരിക്കുന്ന സ്കിന്നൊക്കെ അത് പിങ്ക് ആകാൻ തുടങ്ങി.
നമുക്കറിയാമല്ലോ കുട്ടികളൊക്കെ ഒരു ശകലം ആദ്യമൊക്കെ ഒരു പിങ്കിഷ് കളറായിരിക്കും, ശകലമായിട്ടൊരു പിങ്കിഷ് കളറായിരിക്കും. പിന്നെ ഈ ബോഡി കണ്ടു കഴിഞ്ഞപ്പം ബോൺലെസ് ആയിട്ട് തോന്നിയില്ല, നെക്കിൽ നിന്ന് ഹെഡൊക്കെ ഇച്ചിരി അനങ്ങുന്നതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ് ഈ കുട്ടി കാണിച്ചു. Then exquisitely came the child's cry, "Dear Father in heaven!" The nurse sobbed hysterically, it's come alive." അങ്ങനെ ഈ കുട്ടിയുടെ ഒരു സ്പെഷ്യൽ കരച്ചിൽ അവിടെ ഉണ്ടായി. നേഴ്സ് അപ്പോൾ അത് കണ്ടിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അവർക്ക് കരച്ചിൽ വന്നു, അവരെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് പറയുകയും ചെയ്തു, എൻ്റെ ദൈവമേ ഈ കുട്ടി ജീവനുണ്ടല്ലോ എന്ന്. Andrew handed her the child. He felt weak and dazed. About him the room lay in a shuddering litter, blankets, towels, basins, soiled instruments, the hypodermic syringe impaled by its point in the linoleum, the ewer knocked over, the kettle on its side in a puddle of water. ആൻഡ്രൂ അങ്ങനെ ഈ നേഴ്സിൻ്റെ ഈ കുട്ടീനെ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ വീക്ക്നെസ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി, അതുകൊണ്ട് ഈ കുട്ടീനെ നേഴ്സിൻ്റെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊന്നും ചിന്തിക്കുവാൻ അന്നേരം ഈ ഡോക്ടറിന് കഴിഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങൾ ആ റൂമിൽ ഇങ്ങനെ സ്കെയർഡായിട്ട് അദ്ദേഹത്തിന് തോന്നി. ബ്ലാങ്കറ്റും ഡേർട്ടി ഇൻസ്ട്രുമെൻസും സിറിഞ്ച്, ക്ലോത്തുമായിട്ട് ഇരിക്കുന്ന സിറിഞ്ചും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. Upon the huddled bed the mother still dreamed her way quietly through the anesthetic. The old woman still stood against the wall, but her hands were together, her lips moved without sound. She was praying. അങ്ങനെ വളരെ ഡിസോർഡേർഡ് ആയിട്ടുള്ള, ഹഡിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാത്ത ഒരു ബെഡിൽ സൂസൻ വളരെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു. പക്ഷേങ്കിൽ അതൊക്കെ ഈ അനസ്തീഷ്യയുടെ എഫക്റ്റ് കൊണ്ടാണ് വളരെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നത്. അവരുടെ മദർ, അവരുടെ അമ്മ ഇപ്പോഴും ആ വോളിനടുത്ത് ചാരി നിൽക്കുകയായിരുന്നു. അവരുടെ കൈയൊക്കെ ഇങ്ങനെ ടുഗെദർ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ശാന്തമായിട്ട് അവർ പ്രാർത്ഥിച്ചത് കൊണ്ടിരിക്കുകയായിരുന്നു. മെക്കാനിക്കലി ആൻഡ്രൂ wrung out his sleeve, pulled on his jacket. "I'll fetch my bag later, nurse." ആൻഡ്രൂ അപ്പോൾ തന്നെ അയാളുടെ സ്ലീവ്സിൽ നിന്നൊക്കെ കൈ നേരെയാക്കി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നേഴ്സിനോട് പറയുകയാണ്, എൻ്റെ ബാഗ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കളക്ട് ചെയ്തോളാം എന്ന് പറയുകയാണ്. He went downstairs through the kitchen into the scullery. His lips were dry. At the scullery he took a long drink of water. He reached for his hat and coat. അങ്ങനെ ആൻഡ്രൂ ബെഡ്റൂമിൽ നിന്ന് വന്നു, ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. എന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് വാഷ് ഏരിയ നോക്കി. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊപ്പിയും കോട്ടും അവിടെ നിന്ന് എടുത്തു. Outside he found Joe standing on the pavement with a tense, expectant face. "All right, Joe," he said thickly. "Both all right." It was quite light. Nearly 5 o'clock. അങ്ങനെ ഈ ഡോക്ടർ ഹാറ്റും കോട്ടും ഒക്കെ എടുത്ത് ഇറങ്ങി വരുമ്പോൾ വീടിന് പുറത്തിൽ ജോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ടെൻഷൻ അടിച്ച് അതേപോലെ തന്നെ വളരെ ആകാംക്ഷയോടെ തന്നെയായിരുന്നു നിന്നത്. ആൻഡ്രൂ ഒരു ഡീപ്പായിട്ട് ഉള്ള വോയിസിൽ പറഞ്ഞു, ബേബിയും അതേപോലെ തന്നെ സൂസനും രണ്ടുപേരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന്. ഏകദേശം അത് രാവിലെ 5 മണിയോട് ചേർന്നായിരുന്നു. അപ്പം രാവിലെ ഇങ്ങനെ സണ്ണൊക്കെ ഉദിച്ച് വന്ന് അതിൻ്റെ റേസൊക്കെ ഇങ്ങനെ താഴേക്ക് എർത്തിലേക്ക് വീഴുന്നു എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. A few miners were already in the streets, the first of the night shift moving out. As Andrew walked with them, spent and slow, his footfalls echoing with the others under the morning sky, he kept thinking blindly, oblivious to all other work he had done in blindly. "I have done something, oh God, I have done something real at last." കുറച്ച് ആൾക്കാർ, മൈനിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഓൾറെഡി സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അവരെല്ലാം അവരവരുടെ വർക്ക് പ്ലേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് എല്ലാം ഒരു അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ്രൂ അങ്ങനെ പതുക്കെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. അദ്ദേഹം വളരെ ടയേർഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഒരു എക്കോ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നത്തെ ടുഡേയ്സ് വർക്ക് എന്തായിരിക്കണം എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത്.
മറ്റുള്ള എല്ലാ വർക്ക്സും അദ്ദേഹം ചെയ്തിരുന്ന എല്ലാ വർക്ക്സും അദ്ദേഹത്തിന് ഒട്ടും അവെയർ ഉണ്ടായിരുന്നില്ലായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, ഇതെൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ അദ്ദേഹം വണങ്ങുന്നതുമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ബേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.